ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ഇഫ്താർ സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. റംസാൻ നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെയും ഒരു സ്പെഷ്യലും ഞാൻ വീഡിയോ കാണിച്ചില്ല. അപ്പോൾ പിന്നെ ഒരു മാൽദീവ്സിൻ്റെ സ്പെഷ്യൽ സമോസ റെസിപ്പിയായ ബിസ്കീമിയ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് വളരെ ഡിഫറെൻ്റായ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഒരു റെസിപ്പി കാണുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ശരി, നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമുക്ക് ബിസ്കീമിയ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാകും. അതുപോലെ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1.5 കപ്പ് മൈദ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വെള്ളം, അതാണ് കണക്ക്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. ചൂടോട് തന്നെ, ചെറു ചൂടോടുകൂടി തന്നെ നമുക്കത് കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കട്ടിയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൈയൊന്നും പൊള്ളില്ല. നമുക്കൊരു ചെറിയൊരു പരുവം നോക്കി കുഴച്ചാൽ മതിയാകും. ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഫില്ലിങ്സ് കൂടെ റെഡിയാക്കാം. അതിന് ഞാൻ ക്യാബേജ്, ഒരു 1/2 കപ്പ് ക്യാബേജ്, അതുപോലെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2-3 പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞത്, ഇത്രയുമാണ് നമുക്കിതിന് വേണ്ടത്. ഇതിനാവശ്യമുള്ള ഉപ്പ്. ഇത് റോ ആയിട്ട് തന്നെ നമുക്ക് വെക്കണം. ഇതിനെ നമുക്ക് വഴറ്റിയൊന്നും എടുക്കണ്ട. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിൽ, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഞാനിത് ചേർക്കുന്നുണ്ട്, എനിക്ക് എരിവിൻ്റെ ഇത് ഇഷ്ടമായതുകൊണ്ട്. ഇനി 2 മുട്ട പുഴുങ്ങി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് നല്ല യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഫില്ലിങ്. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പരത്തി ഇതിനകത്തോട്ട് ഫില്ലിങ് നിറയ്ക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ 3rd സ്റ്റെപ്പ് നോക്കാമല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഡോവൊന്ന് റെഡിയാക്കി എടുക്കാം. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇതുപോലെ ചെറിയ നാരങ്ങ വലുപ്പത്തിനുള്ള ഉരുളകളാക്കി നമുക്ക് എടുക്കാം. ഒരു 8-9 ഉരുളയ്ക്ക് വരും ഞാൻ എടുത്ത മാവിന്. 8-9 അല്ല, ഒരു 10 വരും. അത് നമുക്ക് മൈദാപ്പൊടി ഒന്ന് തൂകിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ച് തന്നെയാണ് പരത്തുന്നത്. ചപ്പാത്തി പലകയിൽ വെച്ചും പരത്താം കേട്ടോ. അപ്പോൾ അതൊന്ന് നൈസായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഷേപ്പൊന്നും വേണമെന്നില്ല. നമുക്ക് സൈഡിലോട്ട് ഈ 2 ടീസ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കണം. മടക്കുന്നതൊന്ന് ശ്രദ്ധിക്കണേ. സൈഡിങ്ങനെ നമുക്കൊന്ന് ആദ്യം ഒന്ന് മടക്കി കൊടുത്തിട്ട് ബാക്കി അങ്ങോട്ട് മടക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം വെച്ച് നനച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം നനച്ച് ഒട്ടിക്കാം. ഞാനങ്ങനെ ചെയ്തില്ല, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫില്ലിങ് ഇളകാതിരിക്കാനാണ് ആ വെള്ളം വേണമെങ്കിൽ ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ചിലർക്ക് അത് ഉറപ്പായിരിക്കത്തില്ല. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ചിലപ്പം ഫില്ലിങ് വെളിയിൽ പോകുന്നൊരു ഭയം തോന്നും. അങ്ങനെയാണെങ്കിൽ അല്പം വെള്ളം ഒന്ന് സൈഡിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ ചെയ്താൽ മതി, വളരെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഓരോ ഉരുളകളും നമുക്കിതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണം വെള്ളം വെച്ച് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ് പോകത്തില്ല, അല്ലെങ്കിലും പോകില്ല. നിങ്ങൾക്ക് ഉറപ്പാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഓരോന്നും നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നല്ല ചൂടായ എണ്ണയിലൊന്നും വറുത്ത് കോരേണ്ടതുണ്ട്. അതുകൂടെ നോക്കാം നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ബിസ്കീമിയ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഓയിൽ നല്ല ഹോട്ടായിട്ടുണ്ട്. പക്ഷേ അത്രയും ഹോട്ടിൽ വേണ്ട, കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വറുത്ത് കോരാം. ശരിക്കും പറഞ്ഞാൽ ഇത് മാൽഡീവ്സുകാരുടെ സമോസ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് നമുക്ക് വേണമെങ്കിൽ ചിക്കനോ വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒതൻറ്റിക്കായിട്ട് മാൽഡീവ്സുകാർ ചെയ്യുന്ന പോലെ ഞാനിവിടെ ചെയ്തു. പിന്നെ വെജിറ്റേറിയൻസിന് പനീർ ഉണ്ടെങ്കിൽ പനീർ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഇത് ഇഫ്താർ സ്നാക്കിന് പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ ഈ സ്പെഷ്യൽ നോമ്പ് തുറ സ്നാക്ക്? ഇതിൽ നിന്ന് 2 എണ്ണം കഴിച്ച് ഒരു ചായയും കൂടെ കുടിച്ച് കഴിഞ്ഞാൽ ശരിക്കും വയറ് ഫുള്ളാകും. കാണാനൊരു സ്മോൾ സൈസ് ആണെങ്കിലും ബിഗ് എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ സിമ്പിൾ സ്നാക്ക് ഇന്ന് ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് ഇന്നത്തെ നോമ്പ് നിങ്ങൾ മുറിച്ചോളൂ.
അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കുകയും ചെയ്യരുത്. റംസാനോട് അനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഇനിയും ചിലത് വരുന്നുണ്ട്. കാത്തിരിക്കുക നല്ലൊരു എപ്പിസോഡിനായിട്ട്. അപ്പോൾ ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീണ്ടും നല്ലൊരു എപ്പിസോഡുമായി കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.